കോട്ടയം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ക്രൂരമായ റാഗിംഗ്. ഒന്നാം വർഷ വിദ്യാർത്ഥികളെ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ കോമ്പസ് ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചു. 5 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. ടോബി ജോൺസൺ കോട്ടയം ചെയ്യുന്നു. ടോബി, പ്രാകൃതമായ പല രീതിയിലും വിദ്യാർത്ഥികളെ പീഡനത്തിന് ഇരയാക്കിയെന്നടക്കം മനസ്സിലാക്കുന്നു. 3 മാസത്തോളമായ റാഗിംഗ് തുടരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇത്രയും വൈകിയത്? പ്രതികളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? പ്രതികൾക്കായി അന്വേഷണം ഊർജിതമായിട്ടുണ്ടോ? സുഹൈലെ, ഇത്രയും താമസിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വിദ്യാർത്ഥികൾ പേടിച്ചിട്ട് പുറത്ത് പറയാതിരിക്കുകയായിരുന്നു വിവരങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ ഈ ഒരു ക്രൂരമായ പീഡനത്തെ ഭയന്ന് ഇത് പുറത്തു പറഞ്ഞാൽ മറ്റു ഭീഷണികളും മറ്റും ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഗതികെട്ടിട്ടാണ് അവസാനം ഈ വിദ്യാർത്ഥികൾ പോലീസിനെ സമീപിച്ചത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി പീഡനങ്ങൾ തുടരുകയായിരുന്നു. കോമ്പസ് ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക, ഒപ്പം തന്നെ ഈ ജിമ്മിലും മറ്റും ഉപയോഗിക്കുന്ന ഡമ്പൽ പോലെയുള്ള വസ്തുക്കൾ സ്വകാര്യ ഭാഗങ്ങളിൽ കെട്ടിത്തൂക്കി പരിക്കേൽപ്പിക്കുക എന്ന തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടന്നു എന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഈ പരാതിയിൽ 3 വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഗാന്ധിനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ 5 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള വിവരവും കൂടി നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എന്തായാലും കോളേജിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ഇത് സ്കൂൾ അധികൃതർ അറിഞ്ഞില്ല എന്നുള്ളൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി കുറ്റക്കാർക്കെതിരെ എല്ലാ നടപടിയെടുക്കാനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ടോബിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പഠിക്കാൻ വിടുന്ന വിദ്യാർത്ഥികൾ ഇതെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? ഗൗരവകരമായി കാണേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. എന്തായാലും 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്.